അറിവിലേക്കും അധികാരത്തിലേക്കും പിന്നെ സമ്പത്തിലേക്കും ഒരു വലിയ ജനവിഭാഗത്തിന് യാതൊരുവിധ പ്രവേശനവുമില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഉം. അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളായി വേരുറച്ചുപോയ ആ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് ഒരാൾക്ക് നേരിടാൻ കഴിയുക? അതെ, തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രം വലിയൊരു സാമൂഹിക മാറ്റം സാധ്യമാകില്ല എന്ന് നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ശരിയാണ്. കേവലം പ്രതിഷേധങ്ങൾക്കപ്പുറം ബാങ്കുകൾ സ്ഥാപിച്ചും നിയമനിർമ്മാണ സഭകളിൽ കയറി നിയമങ്ങൾ മാറ്റിയെഴുതിയും അദ്ദേഹം ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. ഈ വിശദമായ വിശകലനത്തിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് സി കൃഷ്ണൻ എന്ന അതുല്യനായ സാമൂഹിക പരിഷ്കർത്താവിനെക്കുറിച്ചാണ്. തീർച്ചയായും PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേര് വളരെ പരിചിതമായിരിക്കും. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ആഴത്തിലുള്ള തലമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതെ അതെ, അനാവശ്യമായ ആമുഖങ്ങൾ ഒഴിവാക്കി നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ കടക്കാം. 1867 ജൂൺ 11 തൃശൂർ ജില്ലയിലെ ചാവക്കാട് മുല്ലശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചങ്ങരംകുമാരത്ത് പരമ്പുപൂവത്തൂർ വീട്ടിലല്ലേ? മാതാവിന്റെ പേര് ഉണ്ണിലി എന്നായിരുന്നു. കൃത്യം. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് അദ്ദേഹം മാറ്റത്തിനുപയോഗിച്ച ഏറ്റവും വലിയ ആയുധം മിതവാദി എന്ന പത്രമായിരുന്നു. പക്ഷെ ഈ പത്രം ആദ്യം തുടങ്ങിയത് അദ്ദേഹമായിരുന്നില്ലല്ലോ. അല്ല. 1907 വ്യാപാരിയായിരുന്ന ചിറക്കൽ ശങ്കരന്റെ ഉടമസ്ഥതയിൽ തലശ്ശേരിയിലാണിത് ആരംഭിക്കുന്നത്. പ്രശസ്തനായ മൂർക്കോത്തുകുമാരനായിരുന്നു ആദ്യ പത്രാധിപർ. ആഹാ, പിന്നീട് സി കൃഷ്ണൻ ഇത് വാങ്ങുകയായിരുന്നു അല്ലേ? 1913 മുതൽ 38 വരെ കോഴിക്കോട് നിന്നാണ് അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത്. അതെ, ഈ പത്രത്തെ ചരിത്രത്തിൽ വിളിക്കുന്നത് തന്നെ അധസ്ഥിതരുടെ വേദപുസ്തകം അഥവാ ബൈബിൾ ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ് എന്നാണ്. എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏറ്റെടുത്ത് അതിലൂടെ വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് തുല്യമല്ലേ ഇത്? പക്ഷെ അന്ന് ഭൂരിഭാഗം ആളുകൾക്കും അക്ഷരം അറിയില്ലായിരുന്നില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു തടസ്സമായി തോന്നാം. പക്ഷെ അക്കാലത്ത് പത്രം എന്നതൊരു കൂട്ടായ്മയുടെ മാധ്യമമായിരുന്നു. സാക്ഷരനായ ഒരാൾ ഉറക്കെ വായിക്കും, ചുറ്റുമുള്ളവർ അത് കേൾക്കും. ഓ, അപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവരിലേക്കും വിവരങ്ങൾ എത്തുമായിരുന്നു. തീർച്ചയായും. അറിവിന്റെ കുത്തക തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതിനെ അധസ്ഥിതരുടെ വേദപുസ്തകം എന്ന് വിളിച്ചത്. വളരെ ശരിയായ കാര്യം. എന്നാൽ പത്രത്തിലൂടെയുള്ള ആശയപ്രചാരണം മാത്രം പോരാ, നേരിട്ടുള്ള ഇടപെടലുകളും ആവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1917 നവംബർ 1 തളിക്ഷേത്ര റോഡ് സമരം. കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കിനെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അതിലൂടെ നടന്നു. ശരിക്കും ഒരു വലിയ ധൈര്യം തന്നെയാണത്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റലായി പ്രതിഷേധിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അന്ന് ശാരീരികമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളൊരു വഴിയിലൂടെ നടക്കാൻ കാണിച്ച ആ ധൈര്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ, അതികഠിനമായ മർദ്ദനമാണ് അദ്ദേഹം അന്ന് ഏറ്റുവാങ്ങിയത്. ഇതിനു പിന്നിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളുടെ വലിയൊരു സ്വാധീനമുണ്ട് കേട്ടോ. SNDPയുമായുള്ള ബന്ധമല്ലേ? അതെ, 1912 മുതൽ SNDP യോഗത്തിന്റെ നേതൃത്വസ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. ഗുരുവിന് പൂർണ്ണ പിന്തുണയും നൽകി. ശിവഗിരിയിൽ നടന്ന SNDP യോഗത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും സി കൃഷ്ണനായിരുന്നല്ലോ. കൃത്യം. പൊതുവഴികൾ തുറന്നുകിട്ടുക എന്നത് പൗരാവകാശത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ അദ്ദേഹം അവിടെയും നിന്നില്ല. വീടുകൾക്കുള്ളിലെ അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം ശക്തമായി രംഗത്തുവന്നു. താലികെട്ട് കല്യാണം, തിരണ്ടുകുളി, പുളികുടി തുടങ്ങിയവയെ അദ്ദേഹം എതിർത്തു. മൃഗബലിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. മദ്യപാനമാണ് മനുഷ്യന്റെ കഷ്ടപ്പാടുകൾക്ക് പ്രധാന കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ശബ്ദമുയർത്തി. മിതവാദിയിൽ അദ്ദേഹം എഴുതിയ മിസ്സിസ്മാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം വളരെ പ്രശസ്തമാണല്ലോ. തീർച്ചയായും. പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന വിഭാഗങ്ങൾക്ക് സംസ്കൃത വിദ്യാഭ്യാസം നൽകാൻ ബാലപ്രബോധിനി എന്ന പാഠശാല സ്ഥാപിച്ചു. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ഈ ലേഖനങ്ങളും എഡിറ്റോറിയലുകളുമൊക്കെ അക്കാലത്ത് ശരിക്കും സാധാരണക്കാരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയോ? അതോ കേവലം ഉന്നത കുലജാതരെ പ്രകോപിപ്പിക്കുക മാത്രമായിരുന്നോ?
അവിടെയാണ് ഈ ബാലപ്രബോധിനി എന്ന പാഠശാലയുടെ പ്രസക്തി നമ്മൾ കാണേണ്ടത്. സംസ്കൃതമെന്നത് അന്ന് വരേണ്യവർഗത്തിന്റെ മാത്രം കുത്തകയായിരുന്നു. ആ, അതായത് ദേവഭാഷ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു അല്ലേ? അതെ, ആ ഭാഷ സാധാരണക്കാരെ പഠിപ്പിച്ചതിലൂടെ നൂറ്റാണ്ടുകളായുള്ള ഒരു ബൗദ്ധിക വേലിക്കെട്ടാണ് അദ്ദേഹം പ്രായോഗികമായി പൊളിച്ചൊടുക്കിയത്. വെറുതെ ലേഖനം എഴുതുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അതൊരു വലിയ കാര്യമാണ്. ഇനി സാമ്പത്തിക രംഗത്തേക്ക് വന്നാലോ? അറിവും അവകാശങ്ങളും ലഭിച്ചാലും സാമ്പത്തിക പിൻബലമില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് അധസ്ഥിതരുടെ സാമ്പത്തിക ഉന്നമനത്തിനായി അദ്ദേഹം ഒരു ബാങ്ക് തന്നെ തുടങ്ങിയത്. അതെ, 1909 സ്ഥാപിച്ച കാലിക്കറ്റ് ബാങ്ക്. ഇതൊരു ആധുനിക സോഷ്യൽ എന്റർപ്രണറുടെ രീതിയിലല്ലേ? കേവലം പ്രതിഷേധിക്കുക മാത്രമല്ല, ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. വളരെ ശരിയായ നിരീക്ഷണം. പാവപ്പെട്ടവരെ ജന്മിമാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിച്ച് സാമ്പത്തികമായി സ്വാശ്രയരാക്കുക എന്നതായിരുന്നു ആ ബാങ്കിന്റെ ലക്ഷ്യം. അതിനൊപ്പം അദ്ദേഹം രാഷ്ട്രീയത്തിലും സജീവമായി. ജസ്റ്റിസ് പാർട്ടിയുടെ കോഴിക്കോട് ശാഖ അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചു. അതെ, മലബാർ കുടിയാൻ പ്രക്ഷോഭത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഒരു വലിയ നിയമനിർമ്മാണം തന്നെ ഉണ്ടാകുന്നത്. 1930 മലബാർ ടെനൻസി ആക്ട് അഥവാ മലബാർ കുടിയായ്മ നിയമം അല്ലേ? അത് പാസാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. അതെ, അദ്ദേഹം മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലും കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലിലും അംഗമായിരുന്നു. 1930 മുതൽ 36 വരെ മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കുടിയായ്മ നിയമത്തിനു വേണ്ടി ശക്തമായി വാദിച്ചത്. ഒരു ഭരണതന്ത്രജ്ഞന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ശരിക്കും ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല, ചില നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തി. പിതാവിന്റെ സ്മരണയ്ക്കായി കോടി കേരള പണിത്താനം എന്ന കെട്ടിടം നിർമ്മിച്ചു. പിന്നെ സ്വന്തം വീടിനടുത്ത് ജനങ്ങൾക്ക് ഒത്തുകൂടാനായി പറമ്പ് സ്കന്ദ എന്ന പേരിൽ ഒരു സമ്മേളന സ്ഥലവും നിർമ്മിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. പക്ഷേ നിയമങ്ങളും സംവിധാനങ്ങളും മാറിയാലും ജാതിവ്യവസ്ഥയുടെ വേരുകൾ മതത്തിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. തീർച്ചയായും അതിന്റെ ഭാഗമായാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ തന്നെ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നത്. ഹിന്ദുമതം ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. 1925 അദ്ദേഹം ഒരു വലിയ ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടുകയും വീടിനടുത്തൊരു ബുദ്ധമത വിഹാരം നിർമ്മിക്കുകയും ചെയ്തു അല്ലേ? അതെ, മാത്രമല്ല ജർമ്മനിയിൽ ഉപരിപഠനത്തിനു പോയ അദ്ദേഹത്തിന്റെ മകൻ അവിടെ വെച്ച് ഒരു ജർമ്മൻകാരിയെ വിവാഹം കഴിച്ചു. ആഹാ, ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ മിശ്രവിവാഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതല്ലേ? മകന്റെ ഈ അന്താരാഷ്ട്ര മിശ്രവിവാഹത്തെ അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹം എങ്ങനെയാകും നോക്കിക്കണ്ടിരിക്കുക? വലിയ എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അത് അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ നിലപാടുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതുകൂടാതെ യുക്തിവാദ പ്രസ്ഥാനവുമായും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു. കേരളത്തിലെ യുക്തിവാദികളുടെ ആദ്യ സമ്മേളനം നടന്നത് തന്നെ സി കൃഷ്ണന്റെ വീട്ടിലാണല്ലോ. അതെ, ആ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കൂ. രാമവർമ്മ തമ്പാൻ, സി വി കുഞ്ഞുരാമൻ, സഹോദരൻ അയ്യപ്പൻ, എം സി ജോസഫ്, പിന്നെ സാക്ഷാൽ സി കൃഷ്ണനും. ശരിക്കും കേരള ചരിത്രത്തിലെ അതികായന്മാരുടെ ഒരു സംഗമം തന്നെയായിരുന്നു അത്. ഒടുവിൽ 1938 നവംബർ 29 അദ്ദേഹം അന്തരിക്കുന്നത്. കേരള നവോത്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണെന്ന് അവസാനിച്ചത്. അതെ. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, കേവലം ഒരു പത്രാധിപർ എന്നതിലുപരി ഒരു ബാങ്കർ, രാഷ്ട്രീയ നേതാവ്, യുക്തിവാദി, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ സി കൃഷ്ണൻ എന്ന വ്യക്തിത്വം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ 1907 പത്രത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള ഈ നാഴികക്കല്ലുകൾ കൃത്യമായി ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. അതെ, പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണിത്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? സാമ്പത്തികം, രാഷ്ട്രീയം, മതം, പത്രപ്രവർത്തനം തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഒരേ സമയം പോരാടിയ എത്ര പരിഷ്കർത്താക്കളെ നമുക്കറിയാം. ഇന്നത്തെ കാലത്തെ ആക്ടിവിസ്റ്റുകൾക്കും മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ ഈ സമഗ്രമായ പ്രവർത്തന ശൈലിയിൽ നിന്ന് എന്തെല്ലാം പഠിക്കാനുണ്ട്? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
വളരെ പ്രസക്തമായൊരു ചിന്തയാണിത്. അതെ. അപ്പോൾ ഈ വിശദമായ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.